ഷട്ടർ സ്പീഡ് അപ്പേർച്ചറും പഠിച്ച് സിനറി അനുസരിച്ച് അത് സെറ്റ് ചെയ്തു. പക്ഷേ എന്നിട്ട് നമ്മുടെ ഇമേജ് ടു ബ്രൈറ്റ് അല്ലെങ്കിൽ ടു ഡാർക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് മൂന്നാമൻ കടന്നു വരുന്നത് ISO. ദിസ് ഈസ് ഡേ 8 ഓഫ് 30 ഡേയ്സ് ബേസിക് ഫോട്ടോഗ്രാഫി. ISO എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ കുറച്ചെങ്കിലും ആൾക്കാർക്ക് സംഭവം കത്തിയിട്ടുണ്ടായിരിക്കും. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് ISO എന്ന് പറയുന്നത്. അപ്പൊ ഈ ISOയ്ക്ക് നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ എന്താ റോൾ എന്ന് നോക്കിയാലോ, ഈ ഡിജിറ്റൽ യുഗത്തിന് മുമ്പേ ഫിലിമിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ മെക്കാനിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഷട്ടർ സ്പീഡും അപ്പേർച്ചറും ഉപയോഗിച്ച് ക്യാമറയ്ക്ക് ഉള്ളിലേക്ക് കടന്നു വരുന്ന ലൈറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്നിട്ട് നമ്മുടെ ഇമേജ് ബ്രൈറ്റോ ഡാർക്കോ ആയിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫിലിമിന്റെ ലൈറ്റിനോടുള്ള സെൻസിറ്റിവിറ്റിനെ കൺട്രോൾ ചെയ്യുക എന്നതാണ്. ഈ പറഞ്ഞ നമ്മുടെ സെൻസറിന്റെ അല്ലെങ്കിൽ ഫിലിമിന്റെ ലൈറ്റിനോടുള്ള സെൻസിറ്റിവിറ്റിനെയാണ് നമ്മൾ ISO എന്ന് പറയുന്നത്. ഒരു ഫോട്ടോഗ്രാഫർ ലോകത്ത് എവിടെ ചെന്നൊരു ഫിലിം വാങ്ങിച്ചു കഴിഞ്ഞാലും അയാൾക്ക് അയാളുടെ മനസ്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ISOനെ ലോകത്ത് എല്ലായിടത്തും ഒരു സ്റ്റാൻഡേർഡൈസേഷനിൽ വെച്ചിരിക്കുന്നത്. ISO 100, 200, 400 ഇങ്ങനെ ഒരു ഡബിളിംഗ് സീക്വൻസിലാണ് ISOയുടെ സ്റ്റാൻഡേർഡുകൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പണ്ടത്തെ കാലത്ത് നമ്മൾ ഫിലിം വാങ്ങിക്കുമ്പോഴത്തേക്കും ചേട്ടാ ഒരു ISO 100ന്റെ ഫിലിം, ചേട്ടാ ഒരു ISO 400ന്റെ ഫിലിം, ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നതിന് മുമ്പേ എത്രയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഫിലിമിന്റെ ലൈറ്റിനോടുള്ള സെൻസിറ്റിവിറ്റി എന്ന് ചൂസ് ചെയ്തിട്ട് വരെ ആയിരുന്നു ഫോട്ടോഗ്രാഫേഴ്സ് അന്നത്തെ കാലത്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ പല ക്യാമറകളിലും ഈ 100ന്റെയും 200ന്റെയും ഒക്കെ ഇടയ്ക്ക് പല നമ്പേഴ്സ് ഉണ്ടെങ്കിലും ഇന്റർനാഷണലി സെറ്റ് ചെയ്തേക്കുന്ന സ്റ്റാൻഡേർഡ് ഇതാണ്. ഈ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി യുഗത്തിൽ ISOയ്ക്ക് ഇപ്പൊ അത്ര വലിയ റോളില്ലെങ്കിലും ഒരു കാലത്ത് നമ്മൾ ഫോട്ടോനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പേ ഫിലിം വാങ്ങിക്കുമ്പോൾ തൊട്ട് ISOനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണമായിരുന്നു. നമ്മൾ മുന്നേ പറഞ്ഞ ഷട്ടർ സ്പീഡും അപ്പേർച്ചറും പോലെ തന്നെ ISOയിലും ലൈറ്റ് സെൻസിറ്റിവിറ്റി അല്ലാതെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ഇമേജ് പ്ലെയിനിൽ സെൻസറിൽ അല്ലെങ്കിൽ ഫിലിമിൽ വന്ന് പതിക്കുന്ന ലൈറ്റിനെക്കാട്ടിലും കൂടുതൽ സെൻസിറ്റിവിറ്റി നമ്മൾ ആ ഫിലിമിന് കൊടുക്കുമ്പോഴത്തേക്കും, അതായത് നമുക്കിപ്പോൾ ശ്വാസം കിട്ടാതെ വരുമ്പോഴത്തേക്കും നമ്മൾ ശ്വാസം മുട്ടി വലിക്കുന്ന പോലെ തന്നെ ആ സെൻസറും അല്ലെങ്കിൽ ആ ഫിലിമും കൂടുതൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ ചെറിയ ചെറിയ ഗ്രെയിൻസ് അല്ലെങ്കിൽ നോയ്സ് വരും. അപ്പൊ ലൈറ്റ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഹയർ ISOs യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നോയ്സി ആയിട്ട് നമ്മുടെ ഇമേജസ് വരും. പഠിക്കാൻ അത്ര പാടില്ലാത്ത എന്നാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സെറ്റിംഗ്സ് ആണ് ക്യാമറയിലെ ISO. അപ്പോൾ ഈ 3 സെറ്റിംഗ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോഷർ ട്രയാങ്കിൾ പൂർണ്ണമാകും. അപ്പൊ എക്സ്പോഷർ ട്രയാങ്കിളെ കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ കാണാം.